സഭ എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ, കുർബാന മതി എന്ന് ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ കുർബാന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കുർബാനയുടെ മക്കളെ, എല്ലാ കത്തോലിക്കരും ഒരേ സമയം പരിശുദ്ധ കുർബാനയുടെ മക്കളാണ്, തിരുസഭയുടെ മക്കളാണ്. ആരെങ്കിലും ചിന്തിക്കുകയാണ്, എനിക്ക് കുർബാന മതി, സഭ എങ്ങനെയും ആയിക്കൊള്ളട്ടെ. അത് സാധ്യമല്ല. സഭ എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ, കുർബാന മതി എന്ന് ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ കുർബാന ഭാഗഭാഗിത്വം ശരിയാകുമോ എന്ന് സംശയമുണ്ട്. അതുപോലെ കുർബാന എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ, എനിക്ക് സഭ മതി, ആ ചിന്താഗതിയും തെറ്റ് തന്നെ. കാരണം പരിശുദ്ധ കുർബാന ഒരേ സമയം സഭയുടെ കുഞ്ഞാണ്, അമ്മയാണ്. പരിശുദ്ധ കുർബാന ജനിക്കുന്നത് തിരുസഭയിലാണ്. തിരുസഭയാവുന്ന അമ്മയുടെ കൈകളിലേക്കാണ് ഈശോ മിശിഹ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ പരിശുദ്ധ കുർബാനയെ ഭരമേൽപ്പിച്ചത്. അതേസമയം തിരുസഭ ജനിക്കുന്നതും പരിശുദ്ധ കുർബാനയിലൂടെയാണ്. പരിശുദ്ധ കുർബാന സഭയുടെ അമ്മയാണ്. അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. എങ്കിൽ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരും തിരുസഭയെ സ്നേഹിക്കുന്നവരുമായ മക്കളോട് ഇന്ന് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിക്കൊണ്ട് സഭ ഐക്യത്തിൽ നിലനിൽക്കണം. പക്ഷേ ഇന്ന് വലിയ ഒരു വിഭജനത്തിന്റെ വക്കിലേക്ക് സഭ എത്തി നിൽക്കുകയാണ്. ജൂലൈ 1 തീയതി മാർപ്പാപ്പയുടെ അനുവാദമില്ലാതെ 4 മെത്രാന്മാരെ വാഴിച്ചപ്പോൾ അവരെ സഭയിൽ നിന്നും പുറത്താക്കി. മാർപ്പാപ്പയുടെ അനുവാദമില്ലാതെ മെത്രാന്മാരെ വാഴിച്ചപ്പോൾ മെത്രാന്മാരെ മാത്രം പുറത്താക്കിയതാണെങ്കിൽ സാരമില്ലായിരുന്നു. പക്ഷേ അതിനപ്പുറം കടന്നുകൊണ്ട് ആ ശുശ്രൂഷയിൽ പങ്കെടുത്തവരും ആ സന്യാസ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നവരും, സൊസൈറ്റി ഓഫ് സെന്റ് പയസ് X SSPX, ആ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നവരുമായ എല്ലാവരെയും സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. തിരുസഭയിൽ നിന്ന് ഒരു പുതിയൊരു പ്രൊട്ടസ്റ്റന്റ് സമൂഹം ഉണ്ടായിരിക്കുന്നു എന്നാണ് ചിലര് പറയുന്നത്. ഇന്ന് അതിനെ ചൊല്ലി പാശ്ചാത്യ സഭയിൽ നിന്ന് ധാരാളം ചർച്ചകളും പഠനങ്ങളും വിമർശനങ്ങളും ഒക്കെ യൂട്യൂബിലൂടെ നമുക്ക് കാണാനായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. 4 മെത്രാന്മാരെ പുറത്താക്കി എന്ന് പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അതിന്റെ പശ്ചാത്തലം? അതിന് നമ്മൾ 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് കാണണം. 2 വത്തിക്കാൻ കൗൺസില് ഉന്നം വെച്ചത് തിരുസഭയുടെ ആത്മീയ നവീകരണമാണ്. ആത്മീയ നവീകരണം ആരാധനക്രമ ആത്മീയ നവീകരണമാണ്. കാരണം സഭയുടെ ഉറവിടവും ലക്ഷ്യവും ആരാധനക്രമമാണ്. എല്ലാ ആധ്യാത്മികതയും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ആരാധനക്രമത്തിലാണ്. അതുകൊണ്ട് പരിശുദ്ധാരൂപി ജോൺ 23-ാം മാർപ്പാപ്പയെ ആഗോള കത്തോലിക്ക സഭയുടെ നവീകരണത്തിന് വേണ്ടി കൗൺസിൽ വിളിച്ചുകൂട്ടിയപ്പോൾ പരിശുദ്ധാരൂപി സ്വപ്നം കണ്ടത് ആരാധനാക്രമത്തിലൂടെയുള്ള പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ആത്മീയ നവീകരണമായിരുന്നു. അങ്ങനെ 2-ാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോൾ ആരാധനക്രമത്തിന് ബാഹ്യമായ മാറ്റങ്ങൾ ഉണ്ടായി. പ്രധാനമായ മാറ്റങ്ങൾ ഭാഷയ്ക്ക് മാറ്റം വരുത്തി. അതുവരെ ലത്തീൻ ഭാഷ മാത്രമായിരുന്നു. മാതൃഭാഷകളിലേക്ക് കുർബാനയാക്കി. അതുപോലെ ധാരാളം പ്രാർത്ഥനകൾ കളഞ്ഞ് കുർബാനയെ ചുരുക്കിക്കളഞ്ഞു. മാത്രവുമല്ല, സമ്പൂർണമായും അൾത്താരയ്ക്ക് അഭിമുഖമായി ആദിമ നൂറ്റാണ്ട് മുതൽ ചൊല്ലിവന്നിരുന്ന ആ ആരാധനാക്രമത്തെയും പരിശുദ്ധ കുർബാനയെയും മാറ്റി ജനാഭിമുഖമാക്കി തീർത്തു. പെന്തക്കുസ്താക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ പെന്തക്കുസ്താ സമൂഹത്തിന്റെ ചിന്താഗതികൾ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി തന്നെ സഭയിൽ വന്നതുകൊണ്ടോ ആകാം. പെന്തക്കുസ്തായെ സംബന്ധിച്ച്, സമൂഹത്തെ സംബന്ധിച്ച് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വെറും ഒരു വിരുന്ന് മാത്രമാണ്. അങ്ങനെ വിരുന്ന് മാത്രം എന്ന പ്രൊട്ടസ്റ്റന്റ് ആശയം 2-ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കാത്തതാണെങ്കിലും കത്തോലിക്ക തിരുസഭയിലേക്ക് കടന്നു വന്നപ്പോൾ ജനാഭിമുഖ ബലിയർപ്പണത്തിന് പ്രചാരം കിട്ടി. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയും ബെനഡിക്റ്റ് മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ സമ്പൂർണമായും അൾത്താരയ്ക്ക് തിരിഞ്ഞുകൊണ്ട് ലത്തീനിലുള്ളതായ വെട്ടിച്ചെറുതാക്കാത്ത ആരാധനക്രമം തുടരുവാനായിട്ട് അനുവദിക്കുകയും ചെയ്തു.
അങ്ങനെ അതിന് പ്രചാരവും ലഭിച്ചു. 4 മെത്രാന്മാരെ മാർപ്പാപ്പയുടെ അനുവാദമില്ലാതെ വാഴിച്ചതുകൊണ്ട് അവരെ സഭയിൽ നിന്നും പുറത്താക്കി. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലത്തീൻ സഭയിൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിനൊരു പ്രതിവിധി? എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതിന് പ്രതിവിധി ഒന്നേ ഉള്ളൂ എന്ന് ഞാൻ പറയും. സഭയെ സ്നേഹിക്കുന്നവരെ, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരെ, നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. സഭയെ തകർക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന പൈശാചിക തിന്മകൾ ഇല്ലാതാകട്ടെ. പരിശുദ്ധ കുർബാനയെ തകർക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന പൈശാചിക തിന്മകൾ ഇല്ലാതാകട്ടെ. കുർബാന തകർക്കപ്പെടുമ്പോൾ സഭ തകർക്കപ്പെടും. സഭ തകർക്കപ്പെടുമ്പോൾ കുർബാനയെ തകർക്കപ്പെടും. അത് രണ്ടും ഏർപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് സഭയെയും കുർബാനയെയും തകർക്കുവാനായിട്ട് നുണ സഭയെക്കുറിച്ചും പരിശുദ്ധ കുർബാനയെക്കുറിച്ചും അടച്ചുവിട്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന സാത്താനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി സഭാസ്നേഹികളായ എല്ലാവരും, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കുക. കുർബാന കേന്ദ്രീകൃതമായി ഐക്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ. ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.